Hello friends, I am Nisha from Nissas kitchen. Welcome to my channel. ഇന്ന് നമുക്ക് ഏത്തപ്പഴം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിംഗ് സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. ഏത്തപ്പഴം ബോണ്ട. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: നന്നായിട്ട് പഴുത്ത 2 ഏത്തപ്പഴം തൊലി കളഞ്ഞ് ഉള്ളിലുള്ള സീഡ്സും നാരുമൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. മൈദ 1/4 കപ്പ്, പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ ചെറിയ തരിയുള്ള പഞ്ചസാര 2-3 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 1.5 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ, തേങ്ങ ചുരണ്ടിയത് 2-3 ടേബിൾ സ്പൂൺ, കറുത്ത എള്ള് 1/2 ടീസ്പൂൺ, നല്ല ജീരകം 1/4 ടീസ്പൂൺ, ഉപ്പ് ഒരു വലിയ നുള്ള്, വറുക്കാൻ ആവശ്യമായ ഓയിൽ. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഏത്തപ്പഴം ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ കൈകൊണ്ട് അല്ലെങ്കിൽ തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. കൈകൊണ്ട് ഉടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വേഗത്തിൽ ഇത് നന്നായിട്ട് ഉടച്ചെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ വേണം ഏത്തപ്പഴം ഉടച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. തേങ്ങ 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് കറുത്ത എള്ള് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ കറുത്ത എള്ള്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിനൊരു കുറച്ചൊരു മുറുക്കം കിട്ടാനാണ്. ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ലൂസാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടെ അരിപ്പൊടി ചേർക്കാവുന്നതാണ്. ഇത് അവസാനം നമുക്ക് ഉരുട്ടി പിടിക്കാൻ പറ്റുന്നതായിരിക്കണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഞാനിപ്പോൾ ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കുകയാണ്. വീണ്ടും ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിങ് ആവശ്യത്തിന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ കറുത്ത എള്ള് ചേർക്കാം. പൊടിച്ച പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ചേർക്കാം. പഞ്ചസാര പൊടിച്ചത് നമ്മൾ ചേർക്കുന്നത് നമുക്ക് കലക്കിയെടുക്കാനുള്ള എളുപ്പത്തിനാണ്. ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലോട്ട് ഒരു വലിയ നുള്ള ഉപ്പ് കൂടെ ചേർക്കാം. മിക്സ് ചെയ്യാം. ഇത് കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്ക് കലക്കിയെടുക്കണം. നമ്മൾ വെള്ളം ഒന്നിച്ചൊഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്റർ ചിലപ്പോൾ വല്ലാതെ ലൂസായി പോവും. അതുകൊണ്ട് കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ട കെട്ടാതെ വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. നമ്മൾ ബജ്ജിക്കൊക്കെ ബാറ്റർ തയ്യാറാക്കുന്നത് പോലെ അധികം ലൂസാവാതെ എന്നാൽ അധികം ടൈറ്റ് ആവാതെയുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് എടുക്കാം. ഇതിൽ നിന്നും ചെറിയ ഒരു പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. ഇതിനെ ഇതുപോലെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഇത് നമുക്ക് തിളച്ച എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കാം. ഇതുപോലെ നന്നായി ചൂടായ എണ്ണയിലേക്ക് ഓരോ ഉരുളകളായിട്ടിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം ഇടാനായിട്ട്. അതുപോലെ തന്നെ ഇത് മുഴുവനും ബോളുകളും എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഇത് മീഡിയം ഹീറ്റിലേക്ക് മാറ്റി വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെന്ത് വരത്തില്ല, പുറകുവശം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിത് വൺ സൈഡ് മുരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ വൺ സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ 2 വശവും തിരിച്ചും മറിച്ചുമിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഓയിലിൽ നിന്ന് കോരി
ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ ടിഷ്യൂ പേപ്പർ അബ്സോർബ് ചെയ്തോളും. ഇനി നമുക്ക് ഈ ബാലൻസ് ഓയിലിലേക്ക് ബാക്കിയിരിക്കുന്ന ഉരുളകൾ കൂടെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം ബോണ്ട ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. നമുക്ക് വൈകുന്നേരം ചായക്കൊപ്പം വിളമ്പാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.